ഹായ്. വേൾഡ് കപ്പ് നടക്കാണല്ലോ. എന്തേ കാണുന്നതെന്നറിയോ? എല്ലാവരും സഞ്ജുവിനെ തെറി പറഞ്ഞു, കുറ്റം പറഞ്ഞു, കളിയാക്കി, എന്തെല്ലാം പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ സഞ്ജുവിനെ ഒരുപാട് എല്ലാവരും കളിയാക്കി. അഭിഷേക് ശർമ്മനെടുത്ത് എല്ലാവരും തലയിലും വെച്ച് നടന്നു. ഇത് വേൾഡ് കപ്പാണ്. വേൾഡ് കപ്പിൽ അഭിഷേക് ശർമ്മ എന്താണ് കളിച്ച 3 കളി ഡക്ക്. USA പാകിസ്ഥാൻ, ഇന്ന് നെതർലാൻഡ്. എന്നേക്കാളും എന്തുകൊണ്ടും ബെറ്റർ സഞ്ജുവാണ്. സഞ്ജുവിനെ ഒറ്റ കളി കളിപ്പിച്ചുള്ളൂ, നബീബിയുടെ ഒറ്റ കളി കളിച്ചുള്ളൂ. 8 ബോളിൽ 21 റണ്ണ് മറ്റും എടുത്തിട്ടുണ്ട്. എന്ത് ഞാൻ പറഞ്ഞ സഞ്ജുവിനെ കളിപ്പിക്കണം എന്ന് പറഞ്ഞു. സഞ്ജുവിനെ ഇങ്ങനെ മാറ്റി നിർത്തരുത്. സഞ്ജുവിനെ കളിപ്പിക്കണം. അഭിഷേക് ശർമ്മനെ ഒന്ന് പുറത്തിരുത്തി അടുത്ത കളിയെങ്കിലും, അടുത്ത ഇനി സൗത്ത് ആഫ്രിക്കയല്ലേ, സൗത്ത് ആഫ്രിക്കയായിട്ട് വരുന്ന കളിയിൽ സഞ്ജുവിനെ കളിപ്പിക്കണം. നോക്കാം. ഇത് 3 കളി അടുപ്പിച്ച് ഇത്രയും നല്ലൊരു ബാറ്റ്സ്മാൻ ഒട്ടും ഫോമല്ല എന്ന് പറയുമ്പോൾ, അത് കഴിഞ്ഞ ദിവസം ഞാൻ ഏതൊരു ഇത് വായിച്ചിരുന്നു. ഏതൊരു കളിക്കാരൻ, പഴയൊരു കളിക്കാരൻ, ഏത് രാജ്യത്തിനാണെന്ന് ഓർക്കുന്നില്ല, അഭിഷേക് ശർമ്മ ഇടയ്ക്ക് മാത്രം ഫോമാകുന്ന ഒരാളാണ്. അങ്ങനെയുള്ളൊരാളെ പേടിക്കേണ്ട കാര്യമില്ല എന്നൊരു എന്തോ ആരോ പറഞ്ഞൊരു സാധനം ഞാൻ വായിച്ചോട് ഓർമ്മയുണ്ട്. എനിക്കൊന്നും എന്തുകൊണ്ടും ബെറ്റർ സഞ്ജുവാണ്. സഞ്ജു ആ ഒരു എന്തോ ഒരു സംഭവിച്ചിരുന്നു, പക്ഷേ പുള്ളി കയറി വരും. പുള്ളിക്ക് എപ്പോഴും പ്രഷറാണ്. സഞ്ജുവിന് എപ്പോഴും പ്രഷറാണ്. എനിക്ക് ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും, ഒരുപാട് പ്രഷർ നിന്ന് കളിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നത്തിലായിരിക്കും സഞ്ജുവിന് അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പക്ഷേ പുള്ളി ഈ ഒരു കളി കളിച്ചിരിക്കലും അങ്ങനെ കളിച്ചിട്ടുണ്ട്. നോക്കാം, എന്നിട്ട് കളിക്കുമായിരിക്കും. ഇനി അടുത്ത സൗത്ത് ആഫ്രിക്ക കളിയായിട്ട് കളിപ്പിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സഞ്ജു തിരിച്ചു വരട്ടെ. സഞ്ജു തിരിച്ചു വരണം.